ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ സമയക്കുറവ് മൂലം ഞാൻ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു ജില്ലയായിരുന്നു. പഴയ കാലത്തെ ഒരു പ്രകടനം വിളിച്ചാൽ ഒരു 5000 പേര് കുറഞ്ഞ പക്ഷം കാണുമായിരുന്നു എന്ന് പഴയ തലമുറയിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ആ തൃശ്ശൂർ ഉള്ള പല പ്രമുഖരായ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും പ്രകൃതി ചികിത്സയുടെ വക്താക്കളാണ്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഏതൊരു ജീവിയുടെയും വംശം അനിയന്ത്രിതമായി പെരുകാതെ നിൽക്കാൻ പ്രകൃതിക്ക് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് രോഗം, ഭക്ഷ്യക്ഷാമം, പ്രളയക്കെടുതികൾ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. എന്നാൽ പോലും പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ രോഗാണു എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ ഹാനികരമായിട്ട് പ്രവർത്തിക്കുന്ന ചിലതരം വിഷാണുക്കൾ അഥവാ വൈറസുകൾ, ചിലതരം സൂക്ഷ്മാണുക്കൾ അഥവാ ബാക്ടീരിയകൾ മറ്റൊരു മൃഗത്തിനോ പക്ഷിക്കോ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പ്രശ്നമുണ്ടാകുന്ന ചില പ്രത്യേകതരം രോഗാണുക്കൾ മനുഷ്യന് കുഴപ്പമുണ്ടാക്കുന്നില്ല. അപ്പോൾ രോഗം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികപരമായ